you'll have the chance to draw 4 medium-sized lines. 4 medium-sized lines. I want to see that 4 medium-sized lines. 4 medium-sized lines. Okay. Stop. Can you show me what you have done? Can you pick the book or paper or can you show me what exact? Wow, very good, very good, excellent, 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 super, 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 super. Show me, show me, show me, show me, show me. Okay. Oh, okay. Great, 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 great. Wow, wonderful, wonderful, wonderful. Yeah, awesome. Yeah, show me, show me, show me, show me. Okay. Cute, 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 cute. Okay, sorry. Fine. Now, she is the only one. She did some wrong things. Okay. Okay. Anyway, see, she did draw this way. Oh, you also done. Okay, okay, okay. You did it. Okay. See, you also have done. Okay, all right. Beautiful, beautiful. I told you that. എന്തായിരുന്നു ആദ്യം വരയ്ക്കാൻ പറഞ്ഞ എത്രയായിരുന്നു? 4 സ്മോൾ സർക്കിൾസ്. അതെന്തൊക്കെയായിരുന്നു? 2 കണ്ണും 2 ചെവികളും. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല. ഓക്കെ. അതിനുശേഷം വണ്ടിയുടെ ആക്ടിവിറ്റി ടു എന്താണ് ഞാൻ പറഞ്ഞത്? എന്ത് വരയ്ക്കാനാ പറഞ്ഞത്? ഓക്കെ. ഒരു ചെറിയ ലൈൻ നോസ്, ഒരു ചെറിയ വട്ടം വായൽ, വായൽ. അതിനുശേഷം ഞാൻ എന്ത് പറഞ്ഞു? 7 ചെറിയ ലൈൻസ്. തലമുടിയായിരുന്നു ഉദ്ദേശിച്ചത്. അയ്യോടാ, ഐ വാസ് തിങ്കിങ് അബൌട്ട് ഓക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞു ബിഗ് സർക്കിൾ. എന്താ ഞാൻ ഉദ്ദേശിച്ചത് അറിയാമോ? തലയായിരുന്നു ഉദ്ദേശിച്ചത്, തല. അതിനുശേഷം ഒരു നീളമുള്ള ലൈൻ, ബോഡിയായിരുന്നു ഉദ്ദേശിച്ചത്. അതിനുശേഷം 4 ലൈനുകൾ വരയ്ക്കാൻ പറഞ്ഞു. 2 കാലും 2 കൈയുമായിരുന്നു ഉദ്ദേശിച്ചത്. ഹലോ, ഹലോ, നിങ്ങൾക്ക് ഞാൻ ക്ലൂ തന്നായിരുന്നു. ഓ, ക്ലൂ തന്നായിരുന്നു. കണ്ടില്ല, അതാണ് പ്രശ്നം. ഇവിടെയാണ് ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ഞാൻ ക്ലൂ തന്നായിരുന്നു. ഐ ഗേവ് യു ദ ക്ലൂ. ഹലോ, സേ ഹായ്, ഹലോ. ഓക്കെ. അപ്പോഴേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വി ഗെറ്റ് ഇൻഫർമേഷൻ, പക്ഷെ എക്സ്പീരിയൻസ്, ആ ഇൻഫർമേഷനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പഠിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവുക. നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യെസ് ഓർ നോ? അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ആ ഇൻഫർമേഷന് ഒരു ഷേപ്പ് കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു ഷേപ്പ് കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അത് ശരിയായിട്ട് വരിക. യെസ് ഓർ നോ? ഷേപ്പ് കൊടുക്കാതെ പോയാല് നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ അവിടെ